പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഫുൾ എയർ ഡ്രോപ്പിൻ്റെ കാലമാണ്. ടെലഗ്രാം ആയിക്കോട്ടെ, ടെലഗ്രാമിൻ്റെ അകത്ത് നമുക്ക് ഡോഗ്, ബാറ്റ, ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എയർ ഡ്രോപ്പുകൾ കിട്ടുന്നു. ഹാംസ്റ്റർ ലിസ്റ്റ് ആകാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് എയർ ഡ്രോപ്സ് ലിസ്റ്റ് ആകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കിട്ടുന്ന വളരെ ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് $100, $150, $200 ആ ഒരു ബേസിലാണ് നമുക്ക് ഏകദേശമൊക്കെ എയർ ഡ്രോപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിന്ന് ഒരു കിട്ടുന്ന ഒരു പ്രൊജക്റ്റിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് 2-3 രീതിയിൽ നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു കിട്ടുന്ന ഒരു എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓവൽറ്റോ ഫിനാൻസ്. ഓവൽറ്റോ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈതീരിയത്തിൽ നിന്ന് നമുക്ക് ലീനിയയിലോട്ട്, ലീനിയയിൽ നിന്ന് നമുക്ക് സ്ക്രോളിൽ നിന്ന് നമുക്ക് ആർബിട്രേറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ഏത് ടോക്കൺ ആയിക്കോട്ടെ ആ ടോക്കൺസ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഏതാണ്ട് 200ഓളം ടോക്കൺസ് തന്നെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും. അത് സ്വാപ്പിംഗ് മെക്കാനിസം ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റും. സെയിം ഇപ്പോൾ ബേസിൽ തന്നെ നമുക്ക് ഇതീരിയം USDT ആക്കാം, USDT ഇതീരിയം ആക്കാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റ് വളരെ കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു നല്ല ഹെവി പ്രൊജക്റ്റുമാണ്, അത്യാവശ്യം നല്ല കേപ്പബിലിറ്റി ഉള്ള പ്രൊജക്റ്റും കൂടെയാണ്. അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്രൊജക്റ്റുമാണ്. അത്യാവശ്യം ഇവർക്കൊരു പോയിന്റ് സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, എനിക്കൊരു 55,229 പോയിന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്വാപ്പ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ട് ഓരോ ടോക്കൺസ് ബേസിൽ നിന്ന് സ്ക്രോളിൽ നിന്ന് ബേസിലോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം കുറച്ച് പൈസ മുടക്കുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എയർ ഡ്രോപ്പിന് ചാൻസ് ഉള്ളൊരു പ്രൊജക്റ്റും കൂടാണ് ഈ ഓവൽറ്റോ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് 1-2 പ്രാവശ്യമൊക്കെ ഇതിനകത്ത് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് ഇതിനകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല കിടിലൻ പ്രൊജക്റ്റാണ് ഇവരുടെ. ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വാപ്പ് ചെയ്യുന്നത്, എനിക്ക് ഇതുവരെ ഒരു ഹാങ് എററോ ഒന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാം പക്കായിട്ട് സ്വാപ്പൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം പക്കായിട്ട് ബ്രിഡ്ജൊക്കെ ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓവൽറ്റോ ഒരു പുതിയൊരു ഇവൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബൈനാൻസിൻ്റെ അകത്താണ് ഇവൻറ്റ് വന്നിരിക്കുന്നത്. ഇവരുടെ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ, ബൈനാൻസ് പറയുന്നത് ഡോണ്ട് മിസ് അവർ എക്സ്ക്ലൂസീവ് 300K USDT പ്രൈസ് പൂൾ ഓൺ ഓവൽറ്റോ ടോക്കൺസ്. ഓവൽറ്റോ ടോക്കൺ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് ഒരു എയർ ഡ്രോപ്പ്, ഈ ഒരു ഓവൽറ്റോ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ബൈനാൻസ് വാലറ്റുമായിട്ട് മേർജ് ചെയ്തിട്ട്, ബൈനാൻസിൻ്റെ തന്നെ നമുക്ക് Web3 വാലറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് ഏണിങ്സ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നതാണ്. അതിനൊരു ട്വിറ്റർ പേജിൻ്റെ അകത്തൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ബൈനാൻസ് ഓപ്പൺ ആക്കിയതിന് ശേഷം ബൈനാൻസിൻ്റെ അകത്ത്, ഇപ്പോൾ മൊബൈലിലായിരിക്കും കൂടുതൽ പേര് ബൈനാൻസ് യൂസ് ചെയ്യുന്നത്. ബൈനാൻസിനകത്ത് ജോയിൻ ദ ക്യാമ്പയിൻ, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. നമ്മൾ ആ ക്യാമ്പയിൻ്റെ അത് ജോയിൻ ചെയ്യും, അതിന് സ്റ്റാർട്ട് കൊടുക്കുക. അതൊരു ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രിഡ്ജ് ഇതീരിയം BNB ഓർ USDT വിത്ത് ഓവൽറ്റോ ഫൈനാൻസ്. നമുക്ക് ഇവിടെ ഇതീരിയോ BNB USDC ഏത് വേണമെങ്കിലും നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബ്രിഡ്ജ് ജസ്റ്റ് 0.001 എന്ന് വെച്ചാൽ ഏകദേശം ഒരു $2-3 അടുത്തുള്ള ഇതീരിയം മാത്രം നമ്മൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ 0.01 BNB, അതുപോലെ $5 USDT. അതിപ്പോൾ ഏതെങ്കിലും ഒരു ചെയിനിൽ നിന്ന് മറ്റൊരു ചെയിനിലോട്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഫീസും കാര്യങ്ങളും പോവും. അപ്പം എനിക്ക് തോന്നുന്നു, എങ്ങനെയാണെന്ന് വെച്ചാൽ $1, $2 അടുത്ത് ഫീസ് പോകും. അങ്ങനെ നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് നമുക്ക് നേടാൻ സാധിക്കും. അങ്ങനെ കിട്ടുന്ന പോയിന്റ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എയർ ഡ്രോപ്പ് ആയി കൊടുക്കുകയും കൂടെ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ, നിങ്ങൾ ബൈനാൻസിൻ്റെ ഈ ഒരു ബ്രിഡ്ജിങ് ഇതിൻ്റെ അകത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൻ്റെ അകത്ത് പോയിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് വെബ്സൈറ്റിൻ്റെ അകത്ത് പോയി നമുക്ക് ഈസി ആയിട്ട് സ്വാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് സെയിം ടോക്കൺസ്, സെയിം ചെയിനിൽ തന്നെയുള്ള ബേസിൽ നിന്ന് തന്നെ നമുക്ക് USDT നിന്ന് അങ്ങോട്ട് കുറേ രീതി നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാണ്ട് 200ഓളം അസറ്റുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇതിനകത്ത് നമുക്ക് ഡെയിലി ചെക്കിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു 10 പോയിന്റ് കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രോളിൻ്റെ അകത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബേസിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ചെയിൻ എടുത്തിട്ട് ആ ചെയിനിൻ്റെ അകത്ത് നമുക്ക് ചെക്കിൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് 10 പോയിന്റ് കിട്ടും.
അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആപ്പ് വഴി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ബേസുമായിട്ട് ഡെയിലി ചെക്കിങ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ഒന്നും കയറുന്നില്ല, അത്യാവശ്യം വല്ലപ്പോഴും മാത്രം ടോക്കൺസ് വല്ലതും അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെയിൻ്റെ അകത്ത് ഇതീരം ഇല്ലാതെ വരുമ്പോൾ ബ്രിഡ്ജ് ചെയ്യാനൊക്കെ വരുമ്പോഴേക്കുമാണ് ഞാൻ ഇതിപ്പോൾ നമുക്ക് 55,229 പോയിൻ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 10 പോയിന്റ് കൊടുക്കിട്ട് 59,239 പോയിന്റ് അടുത്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ചെക്കിങ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ചെക്കിങ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഏകദേശം ഇന്നത്തെ ദിവസം കൊടുത്ത ചെക്കിങ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമുക്ക് ടോക്കൺസ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ എനിക്ക് 2 പോയിൻ്റാണ് കിട്ടിയത്. ഞാൻ കുറേ ദിവസം മിസ്സാക്കിയോണ്ടാണ് എനിക്ക് ഇത്രയും വളരെ കുറവായിട്ടുള്ള പോയിന്റ് കിട്ടിയത്. ഇതൊക്കെ പോട്ടെ, അല്ലാതെ തന്നെ നമുക്ക് കുറേ ടാസ്കുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് ബ്രിഡ്ജിങ് എന്ന സെഷനിലോട്ട് പോയി കഴിയുവാണെങ്കിൽ നമുക്കിപ്പം സ്ക്രോളിൻ്റെ തന്നെ നമുക്ക് ഇത് ചെയ്യുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 900 പോയിന്റ് വരെ നമുക്ക് സ്ക്രോളിൽ കിട്ടാനുള്ള ഒരു ടാസ്ക് നടക്കുന്നുണ്ട്. ഒറ്റയടിക്ക് തന്നെ സ്ക്രോളിൽ നിന്ന് വേറെ ഏതെങ്കിലും ചെയിനിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയിനിൽ നിന്ന് സ്ക്രോളിലോട്ടോ നമ്മൾ ബ്രിഡ്ജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടുന്നതാണ്. നമുക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു 1,800ഓളം പോയിന്റ് നമുക്ക് മറ്റ് ചെയിനിൽ നിന്ന് സ്ക്രോളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 1,800 പോയിന്റോളം നമുക്ക് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് വൈസ് വേഴ്സ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് വീക്ക്ലി ഒരു ബ്രിഡ്ജിങ് ഇതുണ്ട്. നമുക്ക് മൺഡേ തൊട്ട് നമുക്ക് സൺഡേ വരെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെയും നമുക്കൊരു ടാസ്ക് അല്ലെങ്കിൽ നമുക്കൊരു ബോക്സ് ഓപ്പൺ ആയി കിട്ടും. ആ ബോക്സിൽ കൂടെ നമുക്ക് അവിടെയും നമുക്ക് പോയിന്റ് കിട്ടുന്ന ഒരു മെക്കാനിസം ഇവിടെ നമുക്ക് വർക്കിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് പോയിന്റ് മാക്സിമം കളക്ട് ചെയ്യുക. പോയിന്റ് വളരെ കുറച്ച് പേര് മാത്രമേ ലീഡർ ബോർഡിലൊക്കെ, ഞാൻ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഇത്രയും ചെറിയ പോയിന്റ് ആയിട്ട് പോലും നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലീഡർ ബോർഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, നമുക്ക് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് കോൺട്രാക്ട് വഴി നമുക്ക് ബേസിലും എല്ലാത്തിനും അത് കാണാൻ പറ്റും. പിന്നെ ട്രാക്കറുണ്ട്, പല എയർ ഡ്രോപ്പിൻ്റെ ട്രാക്കർ, ലീനിയയുടെ എക്സ്പിയുടെ ട്രാക്കർ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൈനാൻസിൻ്റെ വാലറ്റിലാണല്ലോ മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ബൈനാൻസിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈനാൻസിൻ്റെ വാലറ്റുമായിട്ട് ലിങ്ക് ചെയ്യുവാണെങ്കിൽ ബൈനാൻസ് ലിങ്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഈ ട്രേഡിങ് നമുക്ക് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ സെയിം കാര്യങ്ങളൊക്കെ നമുക്ക് ബൈനാൻസിൻ്റെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് Web3 വാലറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെയും നമുക്ക് ഈ ഒരു പോയിന്റ്സ് വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഈ ഒവൽട്ടോടെ ടോക്കൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇതുപോലത്തെ ഉള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് ടെലഗ്രാം ബോട്ടുകളൊന്നും നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. ഹാംസ്റ്ററിനെയൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞു, ഹാംസ്റ്റർ ലിസ്റ്റ് ആകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഹാംസ്റ്റർ ഇപ്പോൾ നമുക്ക് 20-ാം തീയതി സ്ക്രീൻഷോട്ട് ഇപ്പോൾ എടുക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ എത്രമാത്രം എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് 20-ാം തീയതി നമുക്ക് ഏകദേശം അറിയാം. പിന്നെ 28-ാം തീയതി 25-ാം തീയതി ആ ഒരു റേഞ്ചോട് കൂടി നമുക്ക് ഹാംസ്റ്റർ ലിസ്റ്റ് ആവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ എയർ ഡ്രോപ്സ് ഒക്കെ വരുന്നുണ്ട്. എയർ ഡ്രോപ്സ് മാത്രം മാർക്കറ്റിൻ്റെ കണ്ടീഷനും വളരെ മോശമൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എയർ ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒരു ചെറിയൊരു വരുമാനം പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു പ്രോജക്റ്റാണ്, നിങ്ങൾ മിസ്സാക്കരുത്. ഒവൽട്ടോ ഫൈനാൻസ്, നിങ്ങൾ ഇതിൻ്റെ പ്രൊജക്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് എങ്ങനെയാണ് ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിടപ്പുണ്ട്. ഇവൻറ്റ് നമുക്ക് സെപ്റ്റംബർ 18-ാം തീയതി തൊട്ട് ഒക്ടോബർ 2-ാം തീയതി വരെയാണ് നമുക്ക് ഇവൻറ്റ് നടക്കുന്നത്. ഏകദേശം 14 ദിവസത്തിനടുത്ത് നമുക്ക് ഇവൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ EVM എല്ലാ സപ്പോർട്ട്, ആർബിട്രറി, മാർട്ടിൻ, നോവ, ബേസ്, ബ്ലാസ്റ്റ്, BNB, ഇതീരിയം, ലീനിയ, മാൻഡിൽ, മെറ്റിക്സ്, മോഡ്, OP, BNB, ഒപ്റ്റിമസ്, പോളിഗൺ, ZK, VM, സ്ക്രോൾ, സീറ്റ, CK ഫെയർ, CK ലിങ്ക്, CK സിങ്കർ, ഇത്രയും EVM നെറ്റ്വർക്കുകൾ സപ്പോർട്ടാണ് ഈ ഒരു ഒവൽട്ടോ എന്ന് പറഞ്ഞ ഒരു ഫൈനാൻസിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. യു കണക്ട് ബൈനാൻസ് Web3 വാലറ്റ് ടു ഒവൽട്ടോ ഫൈനാൻസ് ടു ബ്രിഡ്ജ് നിങ്ങൾ മിനിമം 0.0015 ഇതീരിയം അടുത്ത് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക, 0.01 BNB അടുത്ത് നിങ്ങൾ ഇതീരിയം ചെയ്യുക, 5 USDT അടുത്ത് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഫുൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഫുൾ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മീഡിയത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ അകത്ത് ട്യൂട്ടോറിയലിൻ്റെ അകത്ത് കിടപ്പുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബൈനാൻസിൽ പോവുക, ബൈനാൻസിനകത്ത് Web3 എടുക്കുക, Web3 എടുത്തിട്ട് Web3-ക്കകത്ത് വാലറ്റ് സെക്ഷനിൽ Web3 വാലറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക. അപ്പോൾ മിഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുക.
നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഷെയർ ചെയ്യുക. റെഫറൽ ലിങ്കിന് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉണ്ട്. റെഫറൽ ലിങ്ക് ഷെയർ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. 50+ വേരിയസ് ബ്ലോക്ക് ചെയിൻ ഉണ്ട് BTC ETH സോൾ എക്കോസിസ്റ്റം സിൻസ് 2023. രാവിലെ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.